ജട്ടി വിപ്ലവം പാളി, ഇനി ശിരോവസ്ത്ര വിവാദം. വലിയ കടിച്ചാൽ പൊട്ടാത്ത ആഗോള വിഷയങ്ങളെക്കാൾ നമ്മുടെ നാട്ടിൽ എറിക്കുന്നത് സോഫ്റ്റ് ഇഷ്യൂസ് അഥവാ മൃദുല വിഷയങ്ങൾ ആണെന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ തിരഞ്ഞുപിടിച്ച് ആളിക്കത്തിക്കുന്നതും അത്തരം വിഷയങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയെ ഇറക്കി ആരോപണം ഉന്നയിച്ചു, വിവാദം ആളിക്കത്തിച്ചു. ആ വിഷയം ഏതാണ്ട് 2 മാസം ഓടിച്ചു. പിണറായി വിരുദ്ധ വികാരം 100-ൽ നിന്നും 10-ലേക്ക് താഴ്ത്തി. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ഭരണകൂട വിരുദ്ധ വികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുവാൻ പറ്റിയ പാവാടയോ ഒരു ജട്ടിയോ കിട്ടുമോ എന്നന്വേഷിച്ച് നടക്കുമ്പോൾ ദാണ്ട് വീണ് കിടക്കുന്നു ഒരു ശിരോവസ്ത്രം. ശിരോവസ്ത്രമെങ്കിൽ ശിരോവസ്ത്രം എന്താണെങ്കിലും വേണ്ടില്ല, മറയ്ക്കാനുള്ള സാധനമാണല്ലോ. എന്നാൽ അതിൽ കയറി തൂങ്ങിയേക്കാം എന്ന് കരുതി. ശിരോവസ്ത്രത്തെ അങ്ങനെ ആരും നിസ്സാരവൽക്കരിക്കരുത്. സംഗതി ചെറിയൊരു സംഭവമല്ല. ആരൊക്കെയാ അതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? ശിരോവസ്ത്രമിട്ട മഠത്തിലെ അമ്മമാരുടെ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ക്രിസംഗികൾ മൊത്തത്തിൽ ഇറങ്ങി. ഇത്തരം അവസരങ്ങളിൽ ചാടിയിറങ്ങുവാനായി BJP സ്പെഷ്യലായി റിക്രൂട്ട് ചെയ്ത പൂഞ്ഞാർ കേശവന്റെ ചക്കരച്ചക്കനും ആദ്യം ചാടിയിറങ്ങി. കേന്ദ്ര സഹമന്ത്രി ജോർജ് ഇറങ്ങി. അങ്ങനെ പല പ്രമുഖരും ഇറങ്ങി. ലത്തീൻ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുവാൻ കിട്ടിയ ആ സുവർണാവസരം ഞങ്ങൾ പാഴാക്കില്ല. മുനമ്പം ഏതാണ്ട് തേഞ്ഞമട്ടാണ്. തീവ്രവർഗീയതയല്ല, സോഫ്റ്റ് വർഗീയത പറയുന്ന കോൺഗ്രസ് ആകട്ടെ ലത്തീൻ കത്തോലിക്കരെയും മുസ്ലിങ്ങളെയും പിന്തുണയ്ക്കാതെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആ സോഫ്റ്റ് അപ്രോച്ചാണ് എടുത്തത്. അങ്ങനെ പ്രശ്നം രമ്യമായി കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ ദാണ്ട് വരുന്നു ഒരു കന്നാസിൽ പെട്രോളുമായി ശിവൻകുട്ടി അണ്ണൻ. നൈസായി കെടാറായ ആ തീയിലേക്ക് കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് അണ്ണൻ ചോദിക്കുകയാണ്, ചേടാ ഇതങ്ങനെ പരിഹരിച്ചാൽ എങ്ങനെയാ ശരിയാകുന്നത് എന്ന്. ചുരുക്കം പറഞ്ഞാൽ വന്നവരും പോയവരും കൂട്ടിന് പോയവരും കണ്ടു നിന്നവരും സഹായത്തിന് വന്നവരും ഒക്കെ ഈ വിഷയം മാക്സിമം അവർക്ക് പറ്റാവുന്ന രീതിയിൽ മുതലാക്കി. സ്കൂളിൻ്റെ ലീഗൽ കൺസൾട്ടൻ്റ് എന്നും പറഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് നിന്ന് കഥകളിക്കാരെ പോലെ എക്സ്പ്രഷൻ ഇട്ട് അടുത്ത് നിന്നവരും അവസരം കിട്ടിയപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് വരെ അവിടെ നടത്തി. കേക്കച്ചൻ്റെ കൂട്ടുകാരിയാണെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതും ശിവൻകുട്ടി അണ്ണനെ വല്ലാതെ ചൊടിപ്പിച്ച് കളഞ്ഞു. മാനേജ്മെന്റിലില്ലാത്ത ആവേശം വക്കീൽ എന്തിന് കാണിക്കുന്നു, വക്കീൽ കോടതിയിൽ വാചക കസരത്ത് നടത്തിയാൽ പോരെ എന്ന് ശിവൻകുട്ടി അണ്ണൻ ചോദിച്ചത് ഇതുകൊണ്ടാണ്. മതസംഘടനകളും ഈ വിഷയം അങ്ങ് ഏറ്റെടുത്തു. വിട്ടുകളയാൻ പറ്റുമോ? കോംപ്രമൈസായ കുട്ടിയുടെ പിതാവും നേരെ തിരിഞ്ഞു. കുട്ടിയെ സ്കൂളിൽ പടക്കം അങ്ങ് നിർത്തി. ഇപ്പോൾ കേൾക്കുന്നു കുട്ടിയുടെ TC മേടിച്ച് മറ്റെങ്ങോ കൊണ്ടുപോവുകയാണെന്ന്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞത്രേ പഠിക്കുവാൻ മകൾക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കുമെന്ന്. കാര്യങ്ങളുടെ പോക്ക് നിങ്ങൾ നോക്കിക്കോണേ. കുട്ടി കയ്യിലായാൽ ശിവൻകുട്ടി അണ്ണൻ രക്ഷപ്പെട്ടു. അണ്ണൻ പിന്നെ പൊരിക്കും, മാനേജ്മെന്റിനെ കാൽക്കീഴിലെത്തിക്കും. കുട്ടിയുടെ മൊഴിയുടെ പവർ അതാണ്. ഇപ്പോൾ പറയുന്നു കുട്ടിക്ക് മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന്. ആ കുട്ടിയുടെ വാപ്പയും ഉമ്മയും ഒന്നാലോചിക്കണം. ആരാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത്? ആരൊക്കെ ചേർന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത്? സ്കൂളിന് സംരക്ഷണം ഒരുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും വേണമെങ്കിൽ ഇടപെട്ടേക്കാം. കാരണം ഇതൊരു അവസരമാണ് അവർക്ക്. വളരെ രമ്യമായി പരിഹരിക്കേണ്ടിയിരുന്ന ഈ വിഷയത്തെ ഓരോരുത്തരും ഓരോരോ പക്ഷത്തു നിന്ന് ആളിക്കത്തിക്കുകയാണ്. ഓരോ മാധ്യമങ്ങളും അവർക്ക് താല്പര്യമുള്ള പക്ഷത്തു നിന്ന് അവരും ഈ വിഷയത്തെ പരമാവധി ആളിക്കത്തിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിയാണ് ഇതെന്നും പറഞ്ഞ് സംഘപരിവാർ ശക്തികൾ ഭൂരിപക്ഷ സമുദായ ധ്രുവീകരണത്തിന് ഒരുങ്ങുമ്പോൾ ന്യൂനപക്ഷ പീഡനം അവരെ ചേർത്ത് നിർത്തണം എന്നും പറഞ്ഞ് ഇടതുപക്ഷം ആ വികാരം വോട്ടാക്കുവാൻ ശ്രമിക്കുന്നു. 1 മീറ്റർ തുണിയാണ് എല്ലാവരുടെയും ആയുധം എന്നോർക്കണം. തലയിൽ തുണിയിടുന്നതാണോ തലയിൽ തുണിയിടാത്തതാണോ നമ്മുടെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നം? അങ്ങനെ എന്തൊക്കെ വിരോധാഭാസങ്ങളാണ്. മതസ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ കച്ചവടം നടത്താം ഇവിടെ, മതവസ്ത്രങ്ങളും ശിരോവസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട്. അധ്യാപകർക്കും എന്ത് വേഷവും കെട്ടാം, തലയിൽ തുണിയിടാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പാടില്ല. ഇന്ത്യൻ സംസ്കാരമാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് മഠത്തിലമ്മ ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടു. കുട്ടികളെല്ലാം സ്കൂളിൽ ടൈയും കെട്ടി വരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയമാണ്. ശിരോവസ്ത്രമിട്ട് തലമുടി നടക്കുന്ന എല്ലാ വിഭാഗങ്ങളും അതിനകത്തുള്ള ആ തലച്ചോറ് കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതിനൊക്കെ
ഇത്രയും പ്രാധാന്യം കൊടുക്കണോ എന്ന്. 1 മീറ്റർ തുണി മതി ഇവിടെ മനുഷ്യന്റെ മനസ്സമാധാനം കളയുവാൻ. 1 മീറ്റർ തുണി മതി ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കുവാൻ. കഴുതകളെ, രാഷ്ട്രീയക്കാരും മതക്കച്ചവടക്കാരും നിങ്ങളെ വെറും മൊണ്ണകൾ ആക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കുട്ടിയുടെ മാനസിക നില തകരുന്നത് ശിരോവസ്ത്രം ധരിക്കാഞ്ഞിട്ടല്ല, ഈ പേക്കുത്തുകളെല്ലാം കണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൂചി കൊണ്ടെടുക്കേണ്ടുന്ന വിഷയം JCB കൊണ്ടുവന്ന് പൊക്കാൻ ശ്രമിക്കുന്നു. കട്ടുമുടിപ്പിച്ച് കേരളത്തിൻ്റെ കടം പെരുകി 4.8 ലക്ഷം കോടിയായത് നമുക്ക് ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട. സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ തകരുന്നത് നമുക്ക് സംസാരിക്കേണ്ട. വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോകുന്നതും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതും കാർഷിക മേഖല തകരുന്നതും നമുക്ക് ചർച്ച ചെയ്യേണ്ട. ശിരോവസ്ത്രവും അടിവസ്ത്രവുമാണ് നമ്മുടെ മുഖ്യ പ്രശ്നം. മയക്കുമരുന്നും മദ്യക്കച്ചവടവും നിർലോഭം കച്ചവടം നടത്തുവാൻ അനുവദിച്ച് മകൻ അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയിലെത്തിയ കാര്യങ്ങൾ. പക്ഷേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല. ശിരോവസ്ത്രമാണ് നമ്മുടെ നീറുന്ന വിഷയം. ക്രിസംഖികളുടെ പിൻബലത്തിൽ, കോൺഗ്രസ്സുകാരുടെ ആശീർവാദത്തിൽ, ആത്മവിശ്വാസത്തോടെ സെയിന്റ് റീത്താസ് പ്രിൻസിപ്പൽ സംസാരിക്കുന്നത് കാണുക. ഇത്രയ്ക്ക് ആക്ഷനും അമിതാവേശവും ഒക്കെ വേണോ മടത്തിലമ്മേ? പ്രസംഗം വക്കീൽ എഴുതി തരുന്നതാണെങ്കിലും അരികും മൂലയും അടിച്ചു പരത്തിയിട്ടുണ്ടെങ്കിലും അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ് അതിൻ്റെ പൊരുൾ എന്ന് മാത്രം മനസ്സിലാക്കുക. സ്നേഹം നിറഞ്ഞവരെ, സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റ്. അതിനു മുൻപ് ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും ജഗദീശ്വരന്റെ കൃപ കണ്ടുതന്നെ മുന്നോട്ട് പോവുകയാണ് താല്പര്യം. 1-2 വ്യക്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ആദ്യമായി ഈ അവസരത്തിൽ ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങളുണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി. അതിനുവേണ്ടി നിയമസഹായം നൽകിയ വക്കീലിനും കൃതജ്ഞത അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ എറണാകുളത്തിൻ്റെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി. അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത്. അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകി പോരുന്ന സ്ഥലം MLA ശ്രീ K. ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ. എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഏറെ പ്രത്യേകിച്ച് ആദ്യം മുതൽ ഞങ്ങൾക്കൊപ്പമുള്ള കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ പിതാവിനും രൂപത നേതൃത്വത്തിനും ജാതി മത ഭേദമെന്നേ ധൈര്യം നൽകി കൂടെ നിർത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. മീഡിയ പ്രവർത്തകരായ നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നന്ദിയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും. പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത്
പാഠ്യപദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. Totally Indian education. I mean, beyond the curriculum, we teach our students the culture, tradition, and what all good both Bharat and Kerala have. The human value and the importance of humanity. And we do teach them extra how important is to protect environment and life together and being with nature. And again, those who want special help mentally, we do support and teach them. അതുവഴി കുട്ടികൾ നമ്മുടെ ഇന്ത്യയെ സാരെ ജഹാം സെ അച്ഛ ആക്കട്ടെ. That our students make our India സാരെ ജഹാം സെ അച്ഛ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. പ്ലീസ് സ്പ്രെഡ് എ കൾച്ചർ ഓഫ് ഹാർമണി, ലവ് ആൻഡ് പീസ്. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുവാനുള്ളത്, താങ്കൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇത്രയും ചെറിയ വിഷയത്തിൽ നിങ്ങൾ നേരിട്ട് കയറി ഇടപെട്ട് ഈ പ്രശ്നം വഷളാക്കി എന്നതിൽ ഒരു സംശയവുമില്ല. ഒരു ചെറിയ സ്കൂളിലെ ഒരു ചെറിയ വിഷയത്തെ, പരിഹരിച്ച വിഷയത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിങ്ങൾ ഇടപെട്ട് അത് കൂടുതൽ കുളമാക്കി. ചെറിയൊരു വരട്ടചൊറി നിങ്ങൾ ഇടപെട്ട് ക്യാൻസറാക്കി മാറ്റി. അനാവശ്യ വെല്ലുവിളിയും അമിതാവേശവും ഒക്കെ കാണിച്ചു. അതിൻ്റെ ആവശ്യമില്ല. അതിവിടെ ചെലവാകില്ല എന്ന് മനസ്സിലാക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഇടപെടേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുക. ഇതിൽ ഇടപെടും തോറും നിങ്ങളുടെ ന്യൂനതകൾ കൂടുതൽ വെളിവാകും, അവസാനം നാറിപ്പോകും. മറ്റുള്ളവർ ഈ അവസരം മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പൊടിക്ക് ശിവൻകുട്ടി അണ്ണൻ ഒതുങ്ങുക, അടങ്ങുക. കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. കുട്ടി എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നത്, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്ന്. ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത്. അവിടുത്തെ PTA പ്രസിഡന്റ്, പ്രിൻസിപ്പാള്, പിന്നെ അവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അഡ്വക്കേറ്റ്. ലീഗൽ അഡ്വൈസർക്കൊന്നും സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല. അതൊക്കെ കോടതിയിൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ KER അധ്യായം 5 പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട്. അതിൽ പറയുന്ന റൂൾ 11 പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ്. റൂൾ 3 പറയുന്നത് സ്കൂൾ തുറക്കാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ
അപ്പോൾ അതിൽ നമ്മുടെ KER വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെയും നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. KER അധ്യായം 5 പറയുന്നുണ്ട്, റൂൾ 11 പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ച്, റൂൾ 3 അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ സ്വയമായിട്ടങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കവും ഇല്ലതാണ്. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം. ഞങ്ങൾ ചെയ്തത് എന്താ, ഒരു പരാതി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ചില, ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചില കുറവുകൾ കണ്ടെത്തി. ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തത് വെച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്കൂളിൻ്റെ യൂണിഫോം നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ്. അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ്. അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത്, സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള ശിരോവസ്ത്രം കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്, ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. ഈ സ്കൂൾ മാനുവൽ ആണ് വലുത്, ഭരണഘടനയേക്കാൾ വലുത് സ്കൂൾ മാനുവൽ ആണെന്ന രീതിയിലാണ് സ്കൂളിൻ്റെ പ്രതികരണം. ഈ KER-നേക്കാളൊക്കെ അത് KER വായിക്കാത്തവർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. ഈ പരിഹരിച്ചൊരു പ്രശ്നം വീണ്ടും ആളിക്കത്തിച്ചത് മന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഗവൺമെൻറ് വിമർശിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കീഴ്വഴക്കം. എന്താ വിഷയങ്ങളിൽ അങ്ങനെ ആളി കത്തിക്കുന്നത് ശരിയാണോ എന്നാണ്. ആളെ കത്തിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇടപെടണ്ടേ ഈ വിഷയത്തിൽ? ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അതൊരു പെൺകുട്ടി, അതിൽ ഗവൺമെൻറ് നമശിവ എന്ന് പറഞ്ഞ് ഇരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നു. ഗവൺമെൻറ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ? പിന്നെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയാരും ഇടപെടണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേ? അതിന് അത്രേ ചെയ്തിട്ടുള്ളൂ. ജനങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ വിഷയത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ആ കുട്ടിയെ മാതാപിതാക്കൾ അവളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാതെ മനസമാധാനത്തോടെ പഠിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുക. നിങ്ങളെ സഹായിക്കുവാൻ എന്ന വ്യാജന വരുന്നവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ വെച്ച് നേട്ടമുണ്ടാക്കുവാൻ ആരെയും അനുവദിക്കരുത്. മകളെ ഒരു മനുഷ്യക്കുഞ്ഞായി വളർത്തുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.